വെൽക്കം ടു ടീം ലാംഡ. അപ്പൊ നമ്മൾ ഇന്ന് ഡേ 2ന്റെ പോർഷൻ നോക്കാൻ പോവാണ്. അപ്പൊ ലാസ്റ്റ് നമ്മൾ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തത് കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. ഇതും അതേപോലെ തന്നെ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം കോംപ്ലക്സ് നമ്പറിന്റെ. സോ എക്സാമ്പിൾ ഓഫ് കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത് നമുക്ക് 2+3i എഴുതാം, -1+2i, അല്ലെങ്കിൽ 3+4i, ഇനി -5 -2i, അങ്ങനെ നമുക്ക് എന്തോരം വേണമെങ്കിലും എന്തെഴുതാം, കോംപ്ലക്സ് നമ്പേഴ്സ് എഴുതി ഉണ്ടാക്കാനായിട്ട് പറ്റും. പിന്നെ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് റിയൽ പാർട്ട്, എന്താണ് ഇമാജിനറി പാർട്ട് എന്ന്. അപ്പൊ ഫസ്റ്റ് കൺസെപ്റ്റ് ഞാൻ റിയൽ പാർട്ടിനെ ആറും ഇമാജിനറി പാർട്ടിനെ ഐ എന്ന് വിളിക്കാമെന്നിരിക്കും. ആദ്യത്തെ 2+3iല് 2 എന്ന് പറയുന്നത് റിയൽ പാർട്ടും 3 എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ടാണ്. ഐ എഴുതരുത്, ഐന്റെ കൂടെ ഉള്ള ആളെ വേണം നമ്മൾ എഴുതാനായിട്ട് കേട്ടോ. പിന്നെ അടുത്തത് -1+2i എന്ന് പറഞ്ഞാൽ -1 റിയൽ പാർട്ടും 2 എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ട്. സിമിലർലി 3 ഉണ്ട്, 4 ഉണ്ട്, പിന്നത്തതോ -5 -2. ഇങ്ങനെയാണ് നമ്മൾ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും തിരിച്ച് എഴുതേണ്ടത്. അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് കോൺജുഗേറ്റ് ആണ്. കോൺജുഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് ഇപ്പം a+ib ആന്ന് വിചാരിക്കുക എന്റെ കോംപ്ലക്സ് നമ്പർ എങ്കിൽ കോൺജുഗേറ്റ് ഇതിന് ഞാൻ സെഡ് വെച്ചൊക്കെ ഡിനോട്ട് ചെയ്യൂട്ടാ. അപ്പൊ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് സെഡ് ബാർ വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. സെഡ് എഴുതിട്ട് മുകളിൽ വരാം. ഈ a+ib കോൺജുഗേറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് a-ib എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ റിയൽ പാർട്ടിന്റെ ചിഹ്നങ്ങളൊന്നും മാറ്റരുത്, ഇമാജിനറി പാർട്ടിന്റെ ചിഹ്നം ജസ്റ്റ് ഓപ്പോസിറ്റ് ആക്കാം. ദാറ്റ് ഈസ് പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആക്കാം, നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആക്കാം. അപ്പൊ നമുക്ക് അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് ചെയ്താലോ. അതായത് ഇപ്പം സെഡ് എന്ന് പറയുന്നത് ഞാൻ കുറച്ചെണ്ണം ഇതാണെങ്കിൽ 5+3i, അതേപോലെ തന്നെ √2 -2i, then -√3 -2i, പിന്നെ 3+3i, -2 +3i. അപ്പം ഇത് ഞാൻ കുറച്ച് എഴുതിയേക്കാണ്. നിങ്ങൾ ഈ വീഡിയോ പോസ് ചെയ്തിട്ട് എന്റെ ഇതൊക്കെ തന്നെ എഴുതി നോക്കുക. ദെൻ ഞാൻ ഇവിടെ ആൻസർ ചെയ്തത് ചെയ്യുന്നത് അപ്പം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാലോ. സെഡ് ബാർ എന്ന് പറയുന്നത് -5 +3i. 5ന്റെ ചിഹ്നം മാറ്റാൻ പാടുണ്ടോ? ഇല്ല. നമ്മൾ 3iന്റെ ചിഹ്നം മാത്രമേ മാറ്റാൻ പാടുള്ളൂ. ഇവിടെ 3iന്റെ ഫ്രണ്ടിൽ പോസിറ്റീവ് അല്ലേ, സോ നമ്മൾ അതിനെ നെഗറ്റീവ് ആക്കാം. 5 - 3i. സിമിലർലി √2 +2i. പിന്നെ നോക്കിയേ, -√3 ഉണ്ട്, പക്ഷെ റിയൽ പാർട്ടിന്റെ ചിഹ്നം മാറ്റാൻ പാടുണ്ട? ഇല്ല. നമ്മൾ അത് -√3 തന്നെ എഴുതാം. ദെൻ +2i കൊടുക്കാം. അടുത്ത 3 - 3i കൊടുക്കുക. പിന്നെ -2 - 3i. ഇനി അടുത്തൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, -2i ഇതെന്റെ കോംപ്ലക്സ് നമ്പർ അല്ലേ? 0 + -2i അല്ലെങ്കിൽ 0 - 2i. റിയൽ പാർട്ട് 0 കൊടുക്കുക, ഇമാജിനറി പാർട്ട് -2 കൊടുക്കുക. അങ്ങനെ വരുമ്പോ അതിന്റെ കോൺജുഗേറ്റ് എന്താ വരുന്നത്? +2i ആണ് വരിക കേട്ടാ. അതേസമയം 5 എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ എടുക്കുക. 5 എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് നമ്പർ ആവോ? ആവൂല്ലേ. 5 + 0i എന്ന് വിളിച്ചാൽ പോരെ, കോംപ്ലക്സ് നമ്പർ ആയില്ലേ. പക്ഷെ ഇവിടെ നമ്മൾ -5 എടുക്കരുത്, കാരണം തന്നിരിക്കുന്ന 5 ഏതാ? റിയൽ പാർട്ടാണ്. നമ്മൾ ആർക്കാ ചിഹ്നം മാറ്റാൻ പാടുള്ളൂ? ഇമാജിനറി പാർട്ടിന്. അപ്പൊ അതിന്റെ സെഡ് ബാർ എഴുതുമ്പോൾ 5 എന്ന് മാത്രം നമ്മൾ എഴുതാൻ പാടുള്ളൂ. അതായത് റിയൽ പാർട്ടിന്റെ ചിഹ്നം മാറ്റരുത്, ഇമാജിനറി പാർട്ടിന്റെ ചിഹ്നം മാറ്റരുത്. പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആക്കാം, നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ജസ്റ്റ് ഓപ്പറേഷൻസ് ഉണ്ട്, പോളാർ കോർഡിനേറ്റ്സ് ഉണ്ട്. അതോടുകൂടി നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ അവസാനിക്കും. അതിന്റെ എല്ലാ എക്സ്ട്രാ ക്വസ്റ്റ്യൻസും നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കണം. താങ്ക് യു.